അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനീങ്ങൾ, അതേപോലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, വളരെ ഖേദകരമെന്ന് പറയാം, നമ്മുടെ ഈ മഞ്ചനാടി പ്രദേശത്ത് മഹാന്മാരായ മഞ്ഞനാടി ഉസ്താദ്, താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ, താജുശ്ശരിയ ആലിക്കുഞ്ഞി ഉസ്താദ്, താജുൽ ഫുഖാഹ് ബേക്കലം ഉസ്താദ്, ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് തുടങ്ങിയ മഹത്തുക്കളുടെ ആത്മീയ നേതൃത്വം കൊണ്ട് അനുഗ്രഹീതമായ ഈ പ്രദേശത്ത് ബിദ്അത്തിൻ്റെ വിത്ത് പാകാനും ഇവിടെയുള്ള യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ വാർത്താക്കളെ ശിർക്കിൻ്റെ മുദ്ര കുത്താൻ വേണ്ടി ചില വഹാബി മൗലവിമാർ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന് കവലപ്രസംഗം നടത്തിപ്പോയ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. അവർക്ക് മറുപടി നൽകാൻ നമ്മുടെ വലിയ പണ്ഡിതന്മാരുടെ ഒന്നും ആവശ്യമില്ല. അൽമദീനയിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ധാരാളം മതി. നമ്മുടെ ഈ വേദിയിൽ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ചും സുന്നത്ത് ജമാഅത്ത് വിഭാവന ചെയ്യുന്ന തൗഹീദിനെ കുറിച്ചും എൻ്റെ സുഹൃത്തുക്കളായ ഫൈസലും മുബത്തസിം സംസാരിക്കുന്നതാണ്. ഇത് പൂർണ്ണമായി കേൾക്കുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തി സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് പറയാൻ സുഹൃത്ത് ഫൈസലിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു തആലാൻ്റെ അടുക്കൽ സ്വീകാര്യതമായ മതമാണ് ഇസ്ലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അമ്പിയാക്കളിലൂടെ അല്ലാഹു തആല ഇസ്ലാം ദീനിനെ ലോകത്ത് പ്രചരിപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു നബി വരാനില്ലാത്തത് കൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. ഉലമാക്കളിലൂടെയാണ് ഞങ്ങൾക്ക് ഈ ദീൻ എത്തിച്ചേർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം സ്വഹാബത്തും, അതിനുശേഷം താബിഈങ്ങളും, അതിനുശേഷം തബഉ താബിഈങ്ങൾ, ഇമാമീങ്ങൾ എന്നിങ്ങനെ മുൻകാല പണ്ഡിതന്മാർ ഞങ്ങളിലേക്ക് ഇസ്ലാം ദീനിനെ എത്തിച്ചു. അവരെല്ലാം ഞങ്ങൾക്ക് തന്ന ദീനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. ഒരു ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ബനി ഇസ്രാഈല തഫറഖത് അലാ 72 മില്ലത, തീർച്ചയായും ബനു ഇസ്രായേലുകൾ 72 വിഭാഗങ്ങളായി. വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ലത, തീർച്ചയായിട്ടും എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളാകും. വകുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ, അതിൽ എല്ലാ വിഭാഗവും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ഖാലു, അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വമൻ ഹിയ യാ റസൂലല്ലാഹ്, ആ ഒന്ന് ഏതാണ് നബി എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തുമാണ്, സ്വഹാബത്തിനെ പിന്തുടർന്നവരാണ്. ഒരു റിവായത്തിൽ കാണാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് തന്നെ. അപ്പോൾ അഹ്ലുസുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വൽ ജമാഅ ജമാഅത്തു സ്വഹാബത്താണ്. അവരെ പിന്തുടർന്ന് ജീവിച്ചവരാണ് യഥാർത്ഥരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂട്ടർ. അവരാണ് ഇസ്ലാം ദീനിനെ വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ. എന്നതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യൻ 17 പ്രാവശ്യം നിർബന്ധമായും ഒരു ദിവസം പറഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾ നീ ചൊവ്വായ വഴിയിൽ ചേർക്കണേ. ആ ചൊവ്വായ വഴി ഏതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അവരുടെ മേൽ നിഅമത്ത് ചെയ്തിരിക്കുന്നു, അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അങ്ങനത്തെവരുടെ മേൽ, അങ്ങനത്തെവർ പിന്തുടർന്ന വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണേ എന്നാണ് അല്ലാഹു തആല
അത് അങ്ങനത്തെ അല്ലാഹു നിഅമത്ത് ചെയ്തവർ ആരാണ് എന്ന് സൂറത്തുൻ നിസായിലൂടെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവർ അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും എന്നവരോടൊപ്പമാണ്. അവരോടൊപ്പം അവരെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവർ. അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ച തൗഹീദാണ്, അതിനെ പിൻപറ്റി ജീവിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂട്ടർ. അവരൊക്കെ ഇവിടെ ഇസ്തിഗാസയും തവസ്സുലും ഖുതുബ അറബി ഭാഷയിലും എന്നീ ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളെ ഞങ്ങളിലേക്ക് പഠിപ്പിച്ചു തന്നു. എന്നാൽ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വഹാബിസം എന്ന ഒരു കൂട്ടർ നമ്മുടെ ഇമാമിങ്ങളെ പോലും അവരുടെ കിതാബുകളിലും അവരുടെ കുറിപ്പുകളിലും ഇവിടെ ശിർക്കാണ്, അവർ കാഫിരീങ്ങളാണ്, മുശ്രിക്കീങ്ങളാണ്, മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ ഞങ്ങളിലേക്ക് ഇസ്ലാം ദീനിൻ്റെ വെളിച്ചം പകർന്ന, ഈ നാട്ടിലേക്ക് ഇസ്ലാമിൻ്റെ ദീനിൻ്റെ വെളിച്ചം പകർന്ന താജുൽ ഉലമ പോലത്തെ പണ്ഡിതന്മാർ അവർ മുശ്രിക്കീങ്ങളാണ്, അവർ കാഫിരീങ്ങളാണ് എന്നാണ് ഇവർ വരുത്തി തീർക്കുന്നത്. പക്ഷേ ഞങ്ങളിലേക്ക് ദീൻ വന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം സ്വഹാബത്തിന് ശേഷം താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഇമാമിങ്ങളിലൂടെയാണ്. അവരൊക്കെ ഇസ്തിഗാസ തവസ്സുൽ ചെയ്തവരാണ്. അവരാണ് ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്നതും. എന്നാൽ 11-ാം നൂറ്റാണ്ടിന് ശേഷം ഉദിച്ചു വന്ന ഈ വഹാബികൾ പറയുന്നത് അതൊക്കെ ചെയ്യുന്നത് മുശ്രിക്കീങ്ങളാണ്. എന്നാൽ ഇവരെ കുറിച്ച് തന്നെയാണ് സ്വാഫിയിൽ അല്ലാമ തഫ്സീർ സ്വാഫിയിലെ ഇമാമായ സ്വാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇക്കൂട്ടർ ഇവരാണ് യഥാർത്ഥത്തിൽ ശൈത്താനിൻ്റെ കൂട്ടർ എന്ന് സ്വാഫി തഫ്സീർ സ്വാഫിയിൽ കാണാം. അത്രത്തോളം വഹാബിസം എന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് നാം അടുക്കൽ പോലും ചെയ്യരുത്. കാരണം ഇവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ തെറ്റായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ്. ഇവർ ചെയ്യുന്നത് ഇസ്ലാം ദീനിൻ്റെ ആശയാദർശങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ട രീതിയിൽ തഫ്സീറുകൾ എഴുതി ഇവർക്ക് വേണ്ട രീതിയിലുള്ള ആശയങ്ങളെ ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചു. നാമാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്, നാമാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആണെന്ന് ജനങ്ങളുടെ ഇടയിൽ വരുത്തി തീർക്കുന്നത്. പക്ഷേ മുഅ്മിനീങ്ങളായ നാം ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴിയിൽ അടിയുറച്ച് ജീവിച്ച് അതോടൊപ്പം നമ്മുടെ ഇമാമത്ത് കാണിച്ച വഴിയിൽ നാം ജീവിക്കണമെന്ന് ജീവിക്കേണ്ടവരാണ്. അല്ലാഹു തആല അതിൻ്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നത്ത് ജമാഅത്ത് വിഭാവന ചെയ്യുന്ന തൗഹീദിനെ കുറിച്ച് സംസാരിക്കാൻ മുബ്തസിമിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനവും ആദരവുമുള്ള എൻ്റെ പിർസത്തെ ചങ്ങായിമാർ, അതേപോലെ ഇണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലായിട്ട് ദീനുൽ ഇസ്ലാം ഞങ്ങൾക്ക് താബിഈങ്ങ തബഉ താബിഈങ്ങ ഇമാമിങ്ങ അതേപോലെ ആലിമീങ്ങളെ ಮೂಲಕ ആ സുന്ദരായ ദീൻ ഞങ്ങൾക്ക് എത്തിത്ത്. അങ്ങനെ എത്തിയിട്ട് ആ ആശയത്തടിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ഇമാമിങ്ങും ആലിമീങ്ങും ഉറച്ചു നിന്നിട്ട് ഖുർആനും ഹദീസും അതിന് അണ്ടറിൽ ഷറഹ് എഴുതിയിട്ട് അതിന് അണ്ടറിൽ കിതാബ് എഴുതിയിട്ട് ಅದಕ್ಕೆ ഷറഹ് എഴുതിയിട്ട് ഞങ്ങ മദ്രസ്തും അതിൽ പിന്നെ വാളിലും എല്ലാം കേട്ടോ ബന്നെ ദീനുൽ ഇസ്ലാം ആയിട്ടിക്കറ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആയങ്ക ഉണ്ട്. ആ ദീനുടെ വെളിച്ചത്തെ ഈ രായത്തുകളെല്ലാം ഇട്ട് തന്നെ ആലിമീങ്ങളും ഇമാമിങ്ങളും കിതാബിൽദങ്ങളും മുശ്രിക്കാക്കടെ ഒരു ಹುನ್ನಾರ ഒരു പ്രഭാഷണത്തിൽ കേൾക്കുക സാധ്യമാവുള്ളൂ. സുബ്ഹാനല്ലാഹ്.
அதுக்கு பின்னாயிட்டு தௌஹீத் சொன்னெங்கு ஆல்மாறு இண்டு தௌஹீது சொல்றது சுன்னத்து அஹ்லு சுன்னத்து வல் ஜமாத் விஸ்வசிக்கிறே அது மனசில் உറപ്പിച്ച് ഉള്ളേ ഈ നങ്ങക്ക് ഇല്ലാന്ന് ചൊല്ലുമ്പോൾ എന്ത്ര തൗഹീദ് ചൊന്നെങ്കിൽ അള്ളാഹ് സുബ്ഹാനഹു വ തആല 1,24,000 നബിമാരെ ദുനിയാവ് കടത്തിരെ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല ആ കലിമത്തരെ ഇവിടെ സ്ഥാപിക്കുക ബേനായിട്ടായിരിക്കും. തൗഹീദ് ചൊന്നെങ്കിൽ അള്ളാഹ് സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിൽ ചൊല്ലു ദാലികുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈഇൻ ലാ ഇലാഹ ഇല്ലാഹു. ഈ ലോകത്തെല്ലാം സൃഷ്ടിച്ചിട്ട് അതിനെ പരിപാലിച്ചുകൊണ്ടുള്ള അള്ളാഹു ആയിട്ടിക്കട് നിങ്ങളെ റബ്ബ് അവനല്ലാണ്ട് ആരാധനക്കർഹനായിട്ടുള്ള ഒന്നു ലോകത്തിലില്ല ചൊല്ലൊരു ആശയത്തെ വിശ്വസിക്കിടങ്ങായിട്ടിക്കട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതേ ആയിട്ടിക്കട് ഖുർആൻ ഷരീഫ് നമുക്ക് തൗഹീദ് ആശയമായിട്ട് പഠിപ്പാട്ടിയുണ്ടല്ലേ. ഇവിടെ കഴിഞ്ഞു പോയേ ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിലെ എല്ലാ ആൾമാരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലൊരു കലിമത്തരെ മനസ്സിൽ അടിച്ചുറപ്പിച്ച് വിശ്വസിച്ചിട്ട് അത് നാവുൽ ചൊന്നങ്ങം ആയിട്ടിക്കർ. ഇനി ഞങ്ങളെ ഓരോരോ പ്രവർത്തനത്തെ ഇമാമിങ്ങൾ വെളിച്ചത്തിൽ ഞങ്ങൾ ഈ ലോകത്താക്കിയോണ്ട് പോകുമ്പോൾ ഈ ദീനുക്ക് എതിരായിട്ട് ചില പ്രഭാഷണങ്ങൾ കേൾക്കുക ഞങ്ങൾക്ക് സാധ്യമാകും. ഇസ്തിഗാസ, തവസ്സുൽ, ഷഫാഅത്ത് എങ്ങനെയുള്ള ഖുർആനിലും ഹദീസിലും അടിസ്ഥാനമുള്ള ഈ കാര്യക്രമത്തെ ഈ ഇബാദത്തിനെ ഈ കാര്യക്രമത്തെ എതിർത്തുകൊണ്ട് വന്ന ആൾമാർ ഖുർആൻ ഷരീഫിൽ ഇസ്തിഗാസത്തെ തവസ്സുലിൻ്റെ ബഗിയായിട്ട് ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലു. സൂറത്തുൽ മാഇദ 55-56 ആയത്ത് നമുക്ക് കാണുക സാധ്യമാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. നിശ്ചയമായിട്ടും അള്ളാഹും അള്ളാഹുടെ റസൂലും വിനയാൻവിതരായിട്ട് നിസ്കാരത്തെ അതിൻ്റെ പ്രകാരത്തിൽ നിസ്കരിக்கிறങ്ങും സകാത്ത് കൊടുக்கிறങ്ങും സത്യവിശ്വാസിങ്ങ ആയിട്ടുള്ള ആൾമാർ മാത്രമായിട്ടിക്കടെ നിങ്ങളെ സഹായിട്ട് ഖുർആൻ ഷരീഫിലുള്ള ചൊന്നൂരു. അതേപോലെ 56 ആയത്തിൽ ചൊല്ലു ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. ഖുർആൻ ഷരീഫിൽ അള്ളാഹ് ചൊല്ലു ആരെങ്കിലും അള്ളാഹുറും അള്ളാഹുടെ റസൂലിനും അവൻ്റെ സത്യവിശ്വാസികളെയും സഹായങ്ങളായിട്ട് സ്വീകരിക്കേണ്ട കണ്ടെങ്കിൽ അങ്ങായിട്ടിക്കട് അള്ളാഹുടെ പാർട്ടിന്ന് ചൊന്നെങ്കിൽ അതിൽ പിന്നെ ഖുർആൻ ഷരീഫിൽ ചൊല്ലു അങ്ങായിട്ടിക്കറ് അള്ളാഹുടെ പാർട്ടിയായിട്ടിക്കട് വിജയിக்கிறങ്ങാണ്ട്. അപ്പം ഈ ആയത്തിൽ നമുക്ക് അർത്ഥവരെ അള്ളാഹു ഈ ഖുർആനും അതിലെ തർജ്ജമ മാത്രം പഠിച്ചു നോക്കിയങ്ങ ചിലപ്പോൾ അർത്ഥമല്ലേ. ഞങ്ങളെ പോലെ ഇമാമിങ്ങിൻ്റെ കിതാബും ഹദീസും സന്ദർഭവും നോക്കിയിട്ട് ಅರ್ಥಾಕೋಗು ಕಿತಾಬ್ ಓದೋಗು ಸಾಧ್ಯ ಅವರೇ ನಂಗಲೆ ಆಲಿಮೀಂಗ ನಂಗೆ ಅರ್ಥಾಕಿ ತನ್ನದು നോക്കിയെങ്കും അള്ളാഹു റസൂലിൽ വെച്ചിട്ടും സത്യവിശ്വാസികളിൽ വെച്ചിട്ടും തവസ്സുലാക്കിയിട്ട് നമുക്ക് അള്ളാട്ടെ കേൾക്ക ಅದಕ್ಕೆ ഉത്തര തെൽ വേഗമേ ഇക്കൂ. അതേപോലെ ആ ആൾമാരായിട്ടിക്കടെ വിജയിച്ചെങ്ങാണ്ടും ഖുർആൻ ഷരീഫിൽ ചൊല്ലു. ഈ ആയത്തിലെ തഫ്സീരിൽ ദുമ്പ ഇമാം റാസി റഹിമഹുല്ലാ അദ്ദേഹത്തെ തഫ്സീറുർ റാസിയിൽ 6 വാള്യ 30 പേജിൽ ചൊല്ലു. ഈ സഹായ കേൾക്കപ്പെടുന്ന നിലയിൽ മർച്ചങ്ങും ഉൾപ്പെടുന്നത്
മാത്രമല്ല ഹസനുൽ ബസരി റഹിമഹുല്ല ബഹറുൽ മുഹീത്ത് തഫ്സീർ ഗ്രന്ഥത്തിൽ ഇതിൽ മർച്ചങ്ങും ഈ സഹായ കേൾക്കപ്പെടുറതിൽ മർച്ചങ്ങും ഉൾപ്പെടുന്നുണ്ട് എഴുതി വെച്ചതായി നാം കാണ്ട്. അപ്പം ഇമാമിങ്ങളെ അങ്ങും ഞങ്ങളെ പുത്തൻവാദിങ്ങും ഞങ്ങും ഈ അഹ്ലുസുന്നത്തി ജമാഅത്തരെ ആൾമാറും വിശ്വസിക്കരെ ഇമാമിങ്ങ എഴുതി വെച്ചത് ശ്രദ്ധിക്കാണ്ട് പോണ്ടത് വലിയ തപ്പായിട്ടിക്കരുത്. ഇനി ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്താ അല്ലെങ്കിൽ സ്വഹാബിങ്ങളെ കാലത്താ ഇത് നടന്നറ ചൊല്ലേക്ക് തെളിവ് പ്രಕಾರ ചൊല്ലുക നാ ഇഷ്ടപ്പെടുற. സ്വഹാബിങ്ങളെ കാലത്തിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കരുത്. അപ്പം അതിലെ സന്ദർഭം അനുസരിച്ചിട്ട് ഒരു ഹദീസ് അസ്വാബൻ നാസ ഖഹ്തുൻ في زمن عمر رضي الله عنه في زمن عمر فجاء رجل إلى قبر النبي صلى الله عليه وسلم فقال يا رسول الله استسقي لأمتك فإنهم قد هلكوا فأتى الرجل في المنام فقيل له ائت عمر فأقرئه السلام فأخبره أنكم مسقيون وقل له عليك الكأس. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്ബറത്ത് മുട്ട വന്നിട്ട് ഒരാൾ യാ റസൂലല്ലാ നിങ്ങളെ ഉമ്മത്ത് ഹലാക്കായിട്ടുണ്ടു, അവിടെ ബറകാല വന്നിട്ട് തന്നില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കിനാവുൽ വന്നിട്ട് ആ സ്വഹാബിട്ട ചൊല്ലു. ആ ആള് ചൊന്നെങ്കിൽ ആ സ്വഹാബി അത് ആ സിയാറത്താക്കിയത് സ്വഹാബിട്ട് വലിയ ചരിത്രകാരനായ സൈഫ് ചൊല്ല ആൾ അദ്ദേഹത്തെ അയാളുടെ ഫുതുഹ് ചൊല്ല ഗ്രന്ഥത്തിൽ എഴുതി ബെക്കറിട്ട് ഇബ്ൻ ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹത്തെ ഫതുഹുൽ ബാരിയിലും അല്ലാമ ഇബ്ൻ കസീർ അൽ ബിദായത്തുൻ നിഹായ ചൊല്ല ഗ്രന്ഥത്തിലും അത് സ്വഹാബിൻ്റെ എഴുതി വെച്ചതായി നാം കാണ്ട്. ഇങ്ങനെ ആ സ്വഹാബി നബി തങ്ങളുടെ കേട്ടപ്പോൾ നബി തങ്ങ കിനാവുൽ വന്നിട്ട് ബിലാൽ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ആയിട്ടിക്കട ആ സ്വഹാബിട്ട ചൊല്ലു നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുക്ക് ഒരു സലാം ചൊല്ലണു, ചൊന്നിട്ട് ചൊല്ലണു നിങ്ങൾക്ക് തന്നി കിട്ടൊക്കെ പോണ്ടു. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലണു നിങ്ങളെ ഈ ഭരണത്തിൽ തെല്ല് ഒരു സ്ട്രോങ് തെല്ല് കൊറടിയാക്കണു, തെല്ല് ലഘൂകരിക്കണു ചൊല്ലുമ്പോൾ ഇങ്ങനെ പോയിട്ട് ചൊല്ലണു ചൊന്നപ്പ ഉമർ റളിയല്ലാഹു അൻഹു ഈ സ്വഹാബി പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു ഇങ്ങനെ ബിസയാണ്ട് ചൊന്നപ്പ ഉമർ റളിയല്ലാഹു അൻഹു ബുൽപുഡ്രു ഫബക ഫഅത ഉമർ ഫഅഖ്ബറഹു ഇങ്ങനെ ചൊന്നപ്പ ഫബക ഉമർ റളിയല്ലാഹു അൻഹു ثم قال يا ربي لا آلو إلا ما عجزت عنه. നക്ക് അവരടുത്തോളം നാ സിമ്പിളാക്കിയോ ഇല്ല ഭരണ ചൊന്നിട്ടു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന പൽക്കത്തുക്ക് ആൻസറായിട്ട് ചൊന്നപ്പ ഇതെല്ലാം അർത്ഥ ആക്കോനായി ഇതിലുള്ള പോയിന്റോടെ ചൊന്നെങ്കിൽ ഈ സ്വഹാബി പോയിട്ട് തന്നില്ല തപ്പ എന്തുക അള്ളാഹുട്ട കേട്ടിട്ടില്ല. ഈ സ്വഹാബി എന്തുക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ വെച്ചിട്ട് അള്ളാഹുട്ട കേട്ട് ഇതുക്കുള്ള ഉത്തറായിട്ടിക്കട് ഞങ്ങൾ ഖുർആനിൽ മുന്നോൽ ഓതി ആയത്ത്. ഇനിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് 15 നൂറ്റാണ്ട് ശതമാനം കഴിഞ്ഞോട്ടിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കേ ഖുർആനും ഹദീസും ഹാഫിളായ പല ഇമാമിങ്ങും ഞങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ആക്കി തന്നിരാറ്. ഇസ്തിഗാസും തവസ്സുലും നേരിട്ട് കാട്ടി തന്നിരാറ്, കിതാബിൽ എഴുതി തന്നിരാറ്. ഞങ്ങൊന്നുണ്ട് ഇബ്നു തൈമിയ്യ 6ാമത്തെ ശതമാനത്തിൽ ബന്നെ ഒരു ആളായിട്ടിക്കറ്. ഈ ശതമാനത്തിലെ ജീവിച്ചുകൊണ്ടിരുന്ന തഖീദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ദീനിൽ വലിയ ഫഖീഹും ഹദീസിൽ ഹാഫിളിൻ്റെ ചൊന്നെങ്കിൽ ഞങ്ങൾ 30-40 ഹദീസ് പഠിച്ച ഹാഫിൾ അവിടെ അല്ല. ഇമാമിങ്ങളിൽ ഹാഫിളിൻ്റെ ചൊന്നെങ്കിൽ 1,00,000 മേലെ ഹദീസ് കാണാൻ പാട പഠിച്ചിട്ട് ഖുർആനും ഹദീസും വെച്ചിട്ട് ഗ്രന്ഥ എഴുതുക തീരെ ഇമാമിങ്ങായിട്ടിക്കിട്. അല്ലാണ്ട്
ഇംഗ്ലീഷ് ഭാഷയിലും മലയാളത്തിലും കന്നഡത്തിലുമുള്ള തർജ്ജമ വെച്ചിട്ട് ഞങ്ങളെ മുന്നിൽ വന്ന് പ്രഭാഷണാക്കര ആൾമാരല്ല അങ്ങ. ഇത് ഞങ്ങൾ മദ്രസത്തിൽ പിന്നമേ പഠിച്ചോണ്ട് വന്ന് ഉള്ള ബിസി ആയിട്ടിക്കറ്. അങ്ങനെ തഖീദ്ദീൻ സുബ്കി, താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലയുടെ ബാപ്പായ തഖീദ്ദീൻ സുബ്കി ചൊല്ലു, ഇഅലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു വതശഫഉ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റബ്ബിഹി. തവസ്സുലും ഇസ്തിഗാസും ഷഫാഅത്ത് എന്ന് ചൊല്ലത് അത് അനുവദനീച്ച കാര്യം മാത്രമല്ല, അത് നല്ല കാര്യമായിട്ടിക്കട്, അതൊരു നല്ല വിഷയമായിട്ടിക്കട്. അള്ളാഹുരെ കിട്ടുകുബേനായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൂലക്ക് പോണ്ടേ, അത് നല്ല വിഷയമായിട്ടിക്കട്. വജവാസു ദാലിക വഹസനഹു മിനൽ ഉമൂരിൽ മഅലൂമ ലിക്കുല്ലി ദീ ദീനിൻ. ലിക്കുല്ലി ദീ ദീനിൻ ചൊന്നെങ്കിൽ ദീനുള്ള ആൾമാരുടെ എല്ലാം അത് അറിയപ്പെട്ട വിഷയമായിട്ടിക്കത്. ദീനില്ലാത്ത നല്ല വിഷയം പിന്നെ അങ്ങ് ചൊന്ത് കാര്യമില്ല. അപ്പം ഈ ആൾമാർ ഈ പ്രഭാഷണാക്കരെ പുത്തൻ ഇവർ പുതിയ പുതിയ വാദങ്ങൾ എടുത്തോ പണ്ടേ, ഇസ്ലാമിൻ്റെ ആശയത്തെ എതിരായിട്ട് എടുത്തോ പണ്ടേ ഈ പ്രഭാഷകന്മാർ എന്തൊക്കെ സാധാരണ ആൾമാരെ വിഷയ, സാധാരണ ആൾമാർക്ക് മാത്ര അർത്ഥവിടെ വിഷയ ചൊന്നെങ്കിൽ ദീനുള്ള ആൾമാർ ആശയ തപ്പിപ്പോനകു ചാൻസേ ഇല്ലാണ്ട് തഖീദ്ദീൻ സുബ്കി റഹിമഹുല്ല ചൊല്ലದ್ರ ആശയ. പിന്നും ചൊല്ലു, അൽ മഅറൂഫതു മിൻ ഫിഅലിൽ അംബിയാഇ വൽ മുർസലീന വസിയരി സലഫി സ്വാലിഹീൻ വൽ ഉലമായി വൽ അവാമി മിനൽ മുസ്ലിമീൻ. അമ്പിയാക്കന്മാരും മുർസലിങ്ങും ആലിമീങ്ങും കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങും എത്രത്തോള സാധാരണ ആൾമാർ പോലും ഇസ്തിഗാസ തവസ്സുൽ ആക്കിയത് ഇവിടെ അറിയപ്പെട്ട വിഷയമായിട്ടിക്കട്, അങ്ങ് ഗൊന്തുള്ള വിഷയവുമായിട്ടിക്കട്. അത് എതിർക്കുക ഒരു ആളും വന്നിട്ടില്ല ಅಂತ ചൊന്നെങ്കിൽ അത് നബി തങ്ങളെ പാതായിട്ടിക്കട്. വലം യൻകുർ അഹദു ദാലിക മിൻ അഹ്ലിൽ അദിയാനി വലാ സമിഅ ബിഹി. ഇതിരെ ഒരാളും എതിർത്തിട്ടുമില്ല. ദീനിയുടെ അഹ്ലുക്കാർ ഒരാളും ആൾമാർ ഇതിനെ എതിർത്തിട്ടുമില്ല, എതിർത്തതായിട്ട് കേട്ടിട്ടുമില്ല. അങ്ങനെ 6ാമത്തെ നൂറ്റാണ്ടിലായിട്ടിക്കട്. ഹത്ത ജാ ഇബ്നു തൈമിയ ബണ്ടെടുത്തോള ഏത് കാലത്തും ഏത് ദീനിയുടെ ആൾമാരും അഹ്ലുക്കാരും ഇങ്ങനെയുള്ള ഒരു വാദം കേട്ടിട്ടില്ല. ഇസ്തിഗാസ ആക്കോ തീര, ഷഫാഅത്ത് കേൾക്കോ തീര, തവസ്സുൽ ಬೇಕೋ തീര ചൊല്ലിയൊരു വാദ ഏത് ദീനിയുടെ ആൾമാരും കേട്ടതായിട്ട് അറിവിലേ ഇല്ല. അങ്ങനെ 6ാമത്തെ നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയ വന്നിട്ട് ഇസ്ലാമുടെ ഈ ആശയത്തെ തപ്പായിട്ട് എൽദ്യപ്പായിട്ടിക്കട്. അതേ 6ാമത്തെ നൂറ്റാണ്ടിലുള്ളേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിൻ്റെ പാത അനുസരിച്ചോ ബന്നെ തഖീദ്ദീൻ സുബ്കി റഹിമഹുല്ല വലിയ ഗ്രന്ഥകാരനായ ആള് ഇബ്നു തൈമിയയുടെ വാദത്തിന് എതിരായിട്ട് എഴുതര്. ഫതകല്ലമ ഫീ ദാലിക ബി കലാമിൻ യൽബിസു ഫീഹി അല ദുഅഫാഇൽ അഅ്മാർ. ഇങ്ങച്ചോളുടെ വിഷയത്തിൽ സാധാരണ ദീനിൽ ബലഹീനന്മാരായ, കിതാബ് പഠിക്കാത്ത, ദീനിൽ സ്ട്രോങ് ഇല്ലാത്ത, ഈമാൻ സ്ട്രോങ് ഇല്ലാത്ത ആൾമാർ മാത്ര ഇങ്ങനെ ആശയത്തിക്ക് ബൂന്ന് പോണ്ടറിട്ട് തഖീദ്ദീൻ സുബ്കി റഹിമഹുല്ല ചൊല്ലു. ഇങ്ങനെ തഖീദ്ദീൻ സുബ്കി റഹിമഹുല്ലാവും അങ്ങനെ ബന്ന ഇമാമിങ്ങും നിങ്ങൾക്ക് തഖീദ്ദീൻ സുബ്കി റഹിമഹുല്ല മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാല കഴിഞ്ഞിട്ട് ഇണ്ടുക്ക് 5% 4% ആയോണ്ടിക്കുമ്പ അതെല്ലാ ശതമാനത്തിൽ എല്ലാ ദീൻ്റെ ആൾമാർ അംഗീകരിക്കരങ്കത്തെ ഇമാമിങ്ങ പോയിട്ട് ഇസ്തിഗാസ ആക്കിയതും അല്ലെങ്കിൽ അങ്ങനെ കിതാബുൽ ഇസ്തിഗാസ ആക്കുള്ള അനുവദനീയತೆ ചൊന്നതും എഴുതി വെച്ചതും കാട്ടിത്തറಗು ನಂಗೆ ಇಪ್ಪ ಸಾಧ್ಯ ಅವರು ಅದಕ್ಕುಲ್ಲೇ ಸಮಯ ಇದಕ್ಕುಲ್ಲೇ ಟೈಮ್ ಅಲ್ಲ. ಇಪ್ಪ ಇಮಾಮ್ ಇಬ್ನ್ ಹಜರ್ ಅಲ್ ಹೈತಮಿ ರಹಿಮಹುಲ್ಲಾ ಒಲಿಮ ಮತ್ತೆ ಶತಮಾನത്തിൽ ಬನ್ನೆ ಪಂಡಿತ, ಬೆಲ್ಲಿಯ ಆಲಿಮ್, ಬೆಲ್ಲಿಯ ಇಮಾಮ್, ನಂಗೆಲ್ಲ ಗೊಂತುಲ್ಲೆ ಬೋಲೆಮೆ അദ്ദേഹത്തെ കിതാബൽ എൽദർ മിൻ ഖറാഫാതി ഇബ്നു തൈമിയ അല്ലതി ലം യഖുൽഹാ ആലിമുൻ ഖബ്ലഹു വസാറ ബിഹാ ബൈന അഹ്ലിൽ ഇസ്ലാമി മുസ്ല. ഇബ്നു തൈമിയ ഇണ്ട് ലോകത്തിൽ പലതും കണ്ടുപിടിക്കുന്ന ആൾമാരുള്ളത് മുന്നൊലിക്കില്ല. അതേപോലെ ഇബ്ൻ ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ചൊല്ലു,
ഇബ്നു തൈമിയയുടെ കണ്ടുപിടുത്തത്തിൽ പെട്ടതായിട്ടിക്കറ് ഈ പുതിയ കണ്ടുപിടുത്ത. ആ കണ്ടുപിടുത്തത്തെ ഇത്രത്തോളം ഒരു ആലിമീങ്ങും ചൊന്നിട്ടില്ല. ആ 6% ಬಂದೆ ഒരു ആലിമീങ്ങും ഒരു സഹാബിങ്ങും എതിർത്തിട്ടില്ല. അങ്ങനെ ചൊന്നൽ നീ തയ്യൽ ദീനുള്ളൊരു ഫോക്കസ് ആയിട്ട് തീർറ്. അന്നഹു അൻകറ ഇസ്തിഗാസത വതവസ്സുല ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ എന്തൊരു ചൊന്നുരേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കുകു തീര ಅದರ ವಿರೋಧಿಸಪ್ಪ ಇಬ್ನ್ ಹಜರ್ ಹೈತಮಿ ರಹಿಮಹುಲ್ಲಾ ಚೊಲ್ಡು ವಲೈಸ ದಾಲಿಕ ಕಮಾ ಅಫ್ತಾ. ಅಯಲ್ ಫತ್ವ ಕೊಡ್ತೆ ಪೋಲೆ ಅಲ್ಲ, ಇಬ್ನ್ ತೈಮಿಯ ಫತ್ವ ಕೊಡ್ತೆ ಪೋಲೆ ಅಲ್ಲ. ಬಿಸಿಯ ಇಸ್ತಿಗಾಸತ್ ಎದುರ್ತಿದೆ ತಪ್ಪು. ಬಲ್ ಅತ್ತವಸ್ಸುಲು ಬಿಹಿ ಹುಸ್ನುನ್ ಫಿ ಕುಲ್ಲಿ ಹಾಲಿನ್ ಕಬ್ಲ ಖಲ್ಕಿಹಿ ವ ಬಅದ ಖಲ್ಕಿಹಿ ಫಿ ದುನಿಯಾ ವಲ್ ಆಖಿರಾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബണ്ട് മുന്നലും പിന്നും തവസ്സുലും ഇസ്തിഗാസ ചൊല്ലി ബിസിയ അത് അനുവദനീയ മാത്രമല്ലാണ്ട് മുന്നൽ ചൊന്നെ പോലെമേ നല്ല ബിസിയ. അല്ലാഹു സുബ്ഹാനഹു വ തആലാಟ ഉത്തര കിಟ್ಟೋಗುಲ್ಲೇ ಚಾನ್ಸಸ್ ಜಾಸ್ತಿ ಉಂಡು. ಅದರ ಆಶೆ അങ്ങനെ ആയിട്ടിക്കറ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തവസ്സുൽ കേക്കിടത് നല്ല ബിസിയാണ്ട് ഇബ്ൻ ഹജർ ഹൈതമി റഹിമഹുല്ലാ അലൈഹി ചൊല്ലു. ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങളെതിരെ മറിഞ്ഞിട്ട് പോയിട്. അപ്പോൾ മറിഞ്ഞിട്ട് പോയ ആൽമാർ ഇണ്ട് വഫാത്തായ ആൽമാരൊട്ടിಗೆ തവസ്സുൽ ആക്കാ ചൊല്ലേക്ക് ഇസ്തിഗാസ അങ്ങനെ മക്ബറത്ത് പോയിട്ട് സിയാറത്ത് ആക്ക ചൊല്ലേക്ക് തെളിവായിട്ടിക്കിട്ട് ഞങ്ങളെ ഇമാമിങ്ങ പഠിപ്പാട്ടിതണ്ടേ. ആയങ്ക ഇണ്ട് ഞങ്ങ പഠിച്ച ദീൻ ഞങ്ങ പഠിച്ച ആ ഇസ്ലാമുക്ക് വിരുദ്ധായിട്ട് ഇണ്ട് ഇസ്തിഗാസത്തും ഔലിയാക്കളും അമ്പിയാക്കളും ഇണ്ട് ദുനിയാവിൽ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട് ജീവിച്ച ആൽമാരെയും എതിർത്തിട്ട് പണ്ടൊരു വാദങ്ങ ഞങ്ങ പഠിച്ച ഈ ദീനുക്ക് എതിരായത് കൊണ്ട് എതിരായക്ക് ബേനായിട്ട് ഇണ്ട് ലോകത്തിലുള്ള ആൽമാർ അത് എതിർക്കുക കാരണ അതെ. ഇസ്ലാം ദീനുക്ക് ಅದಕ್కొരു ചിട്ട ಉಂಡು. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അമ്പിയാക്കന്മാരെ മൂലക ദുനിയാവിಗೆ എത്തിയത്. അത് പിന്നെ ഇമാമിങ്ങും തബൗ താബീങ്ങും ഇമാമിങ്ങും ആലിമീങ്ങും ഏറ്റെടുത്തിട്ട് നടത്തിക്കൊണ്ട് പോയത് ഗുരു ആശീർവാദത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ആശീർവാദമായിട്ടിക്കട് ഒരു ഗിഫ്റ്റായിട്ടിക്കട് ഇൽമു ചൊല്ലത്. അത് എല്ലാ ആൾമാർക്കും പഠിക്കുകയാവില്ല. അറബി ഗൊന്തിന്നിട്ട് മാത്രം ഉണ്ട് ശ്രേഷ്ഠ പണ്ഡിത അവിടെ കണ്ടെങ്കിൽ ഉണ്ട് ಗಲ್ಫ್ ಕಂಟ್ರೀಸ್ಲುಲ್ಲೇ ಎಲ್ಲ ಅರಬಿ ಗೊಂತುಲ್ಲಂಗಂ ഖുർആനും ഹദീസും അർത്ഥബെക്കുക സാധ്യാವಂತ എന്താവത്തെ. അറബി മാത്ര അല്ല ഖുർആനും ഹദീസ് പഠിക്കുകയില്ല മാനദണ്ഡ. ഖുർആനും ഹദീസ് ಅದರ ആഴത്ത് കിഴിഞ്ഞിട്ട് പഠിക്കൊണ്ടായെങ്കിൽ തഖിയുദ്ദീൻ സുബ്കി റഹിമഹുല്ലയുടെ പോലെ ഇമാം ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുയുടെ പോലെ 1,00,000 ബണ്ടെ ഹദീസിനെ കാണാമ്പാടാക്കിയിട്ട് അതിൽ ഇജ്തിഹാദ് ആക്കുകയോ റിസർച്ച് ആക്കുകയോ അങ്ങക്ക് സാധ്യമായിരു. അത് ഇസ്ലാമിയുടെ മാനദണ്ഡമായിട്ടിക്കിട്. ഞങ്ങൾക്കിപ്പം അങ്ങനത്തെ ഒരു ഇജ്തിഹാദ് അങ്ങനത്തെ ഒരു റിസർച്ച് ആക്കോ സാധ്യ ഇല്ലാത്തത് കൊണ്ട് അങ്ങെന്തെങ്കിലും എഴുതി വെച്ചിരാറ് അങ്ങെന്തെങ്കിലും ഞങ്ങൾക്ക് പഠിപ്പായിട്ടിരാറ് അതേ ഞങ്ങൾക്ക് ചൊല്ലുക അവരെ. അപ്പം ഖുർആൻ ലാഹിറായിട്ട് അങ്ങനെ പ്രത്യക്ഷമായിട്ട് കാണേണ്ടതെല്ല അങ്ങനെമേ ಅರ್ಥ ಬೆಕ್ಕಗೂ ಸಾಧ್ಯ ಆವಿಲ್ಲ. ಅದು ಬೆಕ್ಕಗೂ ತೀರ. ಅದಕ್ಕೆ ಮೇನಾയിട്ട് ഞങ്ങ ഈ സുന്നത്ത് ജമാഅത്തരെ ഞങ്ങ ആലിമിങ്ങ ഞങ്ങ ഇത്ര വർഷ ഉസ്താദുമാരും ആലിമിങ്ങും പഠിപ്പാട്ടിയത് പഠിച്ചിട്ട് ഒരു നാൾ ആരെങ്കിലും വന്നിട്ട് ಇದಕ್ಕೆതിരായിട്ട് ചൊന്നെങ്കിൽ ഞങ്ങ ഒക്കനായ ഫസ്റ്റ് സ്വര ഞങ്ങൾക്കിത് ആറ് ചൊന്തಂದ್ರೆ ഞങ്ങളെ ആലിമാർ ഞങ്ങളെ ഇമാമാർ ഞങ്ങളെ കാളിയാർ അങ്ങനെ പോയിട്ട് സന്ദർശിച്ചിട്ട് അങ്ങളുടെ ഇതിരെ ಬಗ್ಗೆ അന്വേഷിച്ചിട്ട് ಇದಕ್ಕುള്ള ഉത്തരം എടുക്കാനായിട്ടിക്കിട്. അല്ലാണ്ട് ഒരു ഇൽം അത് ആരെങ്കിലും ചൊന്ന സാധക റപ്പ സ്വീകരിച്ചിട്ട് ആൽമാരുടെ പ്രചാരാക്കുള്ളതല്ല. ചൊന്നിട്ടു നന്റെ പൽക്കത്തെ ഞാൻ നിപ്പാട്രെ ഞങ്ങളെ റായത്തിലും ഞങ്ങളെ സമൂഹത്തിലും ഞങ്ങളെ കുടുംബത്തിലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ ആശയ മുറുകെ പിടിച്ചിട്ട് ഖിയാമത്ത് നാൾ തോളം ജീവിക്കാനായ ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തരട്ട്. ചൊന്ന നന്റെ പൽക്കത്തെ ഞാൻ നിപ്പാട്രെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.